Dear students, welcome back to a new lecture. ഈ ലെക്ചറിൽ നമ്മൾ പ്രൈമറി സ്റ്റഡി ചെയ്യുന്നത് രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോർമേഷൻസ് ആണ്. ഒന്ന് R2 എന്ന് പറയുന്ന സ്പേസിൻ്റെ അകത്തെ അല്ലെങ്കിൽ പ്ലെയിൻ്റെ അകത്തെ റൊട്ടേഷൻസ് എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷനും, രണ്ട് പ്രൊജക്ഷൻ എന്ന് പറയുന്ന R3 എന്ന് പറയുന്ന സ്പേസിലെ പ്ലെയിനിലേക്ക് നടത്തുന്ന പ്രൊജക്ഷൻസിനെ പറ്റിയുമാണ്. ഇത് രണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റീവ്. നമ്മൾ തൊട്ട് മുമ്പത്തെ സെഷൻ്റെ അകത്ത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഫോം എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ടി ഓഫ് ഇ സിക്കൽ ടു AV എന്ന് പറയുന്നത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇവിടെയും അത് തന്നെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നിങ്ങൾ റൊട്ടേഷൻസ് എടുത്താലും പ്രൊജക്ഷൻസ് എടുത്താലും അതിനെ ഒരു മെട്രിക്സ് ഇൻറ്റു ഒരു വെക്ടർ എന്ന രൂപത്തിൽ എഴുതാൻ പറ്റും. അതൊരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് എന്നാണ് നമ്മൾ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ വിച്ച് റൊട്ടേറ്റ്സ് every vector in R square counterclockwise about the origin through the angle theta. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ റൊട്ടേഷൻ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് ഒരു പ്ലെയിൻ്റെ അകത്തെ ഒരു പോയിന്റ് തന്നു, ലെറ്റ് XY ബി ദ പോയിന്റ്. അപ്പോൾ നമ്മൾ പ്ലെയിൻ്റെ അകത്തെ എല്ലാ പോയിന്റ്സിനെയും നമുക്ക് ഒരു ഡിസ്റ്റൻസ് ഒറിജിൻ എന്നുള്ളൊരു ഡിസ്റ്റൻസിൻ്റെയും എക്സ് ആക്സിസ് എന്നുള്ള ഒരു ആംഗിളിൻ്റെയും ടേംസ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ പരിഗണിക്കുന്നു XY എന്നുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് ഒറിജിൻ എന്നുള്ള ആ പോയിന്റിന്റെ ഡിസ്റ്റൻസ് ആണ്. √(x²+ y² ആണ് ആറിന്റെ വാല്യൂ. എക്സ് ആക്സിസിൽ നിന്നുള്ള പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്നുള്ള അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് ആൽഫയാണ്. സോ X = R cos ആൽഫ എന്നും Y = R sin ആൽഫ എന്നും കൃത്യമായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഈ XY എന്നുള്ളത് നമുക്ക് ആ പ്ലെയിൻ്റെ അകത്തെ തന്നെ വേറൊരു പോയിന്റ് ആയി. ആ പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പൊ നിൽക്കുന്ന ഒറിജിനലി ഉള്ള വെക്ടറുമായിട്ട് ഒരു തീറ്റ ആംഗിളിലുള്ള പോസിറ്റീവ് ഡയറക്ഷനിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തീറ്റ ആംഗിളിലാണ് അതിന്റെ ഡീവിയേഷൻ ഉണ്ടായത്. വേറെ ഡീവിയേഷൻസ് ഒന്നും ഉണ്ടായില്ല. അപ്പം നിലവിൽ നിൽക്കുന്ന വെക്ടർ എവിടെയാണോ ഉള്ളത് അതിനോടൊപ്പം കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ നടത്തിയ പുതിയ വെക്ടർ കിട്ടുന്നത്. അപ്പൊ T(xy) എന്നുള്ളത് നമ്മൾ നിലവിലുള്ള വെക്ടർ ഇതാണെങ്കിൽ ആ വെക്ടറിൽ നിന്ന് തീറ്റ ആംഗിൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്തു. അതാണ് നമ്മുടെ T(xy) എന്ന് പറയുന്നത്. ആ പോയിന്റ്സിനെ x', y' എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ എക്സ് ആക്സിൽ നിന്നുള്ള ആംഗിൾ എന്ന് പറയുന്നത് α+θ ആകും. അപ്പോൾ ഇത് റൊട്ടേഷൻ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പം ഈ സർക്കിളിൽ അപ്പൊ റേഡിയസ് എന്ന് പറയുന്നതിനകത്ത് കാര്യമായ ചേഞ്ചസ് ഉണ്ടായിട്ടില്ല. സോ ഇതാണ് നമ്മുടെ പോയിന്റ്സ്. അപ്പൊ നമുക്ക് ഈ x', y'-ന്റെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. അതിനെ നമുക്ക് ഒരു മെട്രിക്സ് ഇൻറ്റു XY എന്നുള്ള രൂപത്തിൽ എഴുതാൻ പറ്റുമോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. നമ്മുടെ പ്രിലിമിനറി കണ്ടീഷൻസ് XY എന്നുള്ള പോയിന്റ് എക്സ് ആക്സിൽ നിന്ന് ആൽഫ ആംഗിളിലാണ്. അതിന്റെ ഒറിജിൻ എന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആണ്. ഈ ട്രാൻസ്ഫോർമേഷൻ നിലവിൽ നിൽക്കുന്ന പോയിന്റിനെ തീറ്റ ആംഗിളിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ നടത്തി. അപ്പൊ കിട്ടിയ പുതിയ പോയിന്റ്സ് ആണ് x', y' എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് പഴയ റേഡിയസ് തന്നെയാണ്. ടോട്ടൽ ആംഗിളിൽ വ്യത്യാസം ഉണ്ടായി, വിച്ച് ഈസ് α+θ ആയി. സോ ലെറ്റ്സ് മൂവ് ഓൺ. അപ്പോൾ നമുക്ക് ഇതിന്റെ റെപ്രസെന്റേഷൻ ഒന്ന് നോക്കാം. സോ നമുക്ക് കിട്ടേണ്ട മെട്രിക്സ് ആക്ച്വലി വി വിൽ പ്രൂവ് ദാറ്റ് cos θ - sin θ sin θ cos θ എന്നുള്ളതാണ് നമ്മുടെ മെട്രിക്സ്. ആ മെട്രിക്സിന്റെ പേര് റൊട്ടേഷൻ മെട്രിക്സ് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ പ്രിലിമിനറി പോയിന്റ്സ് ആണ് ഇതൊക്കെ. XY എന്നുള്ള പോയിന്റ് ആണ് R² പോയിന്റ് ആണ്. എക്സിനെ R cos ആൽഫ എന്നും Y R sin ആൽഫ എന്നും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. റൊട്ടേഷൻ നടത്തുമ്പോൾ ഉള്ള ആംഗിൾ എന്ന് പറയുന്നത് α+θ ആയിട്ട് മാറും. സോ കറസ്പോണ്ടിംഗ്ലി നമ്മുടെ പുതിയ പോയിന്റ് എന്ന് പറയുന്നത് x' = R cos α+θ യും y' = R sin α+θ യുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ട്രാൻസ്ഫോർമേഷൻ നടത്തിയപ്പോൾ അതിൻ്റെ റൊട്ടേഷൻ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ, വേറെ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ഇൻക്രീസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളുടെ ഡിസ്റ്റൻസ് ഒറിജിൻ എന്നുള്ള ഡിസ്റ്റൻസ് ആയിട്ട് തന്നെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ കോസ് α+θയുടെ എക്സ്പാൻഷൻ എടുക്കുന്നു. cos A+B എന്ന് വെച്ചാൽ cos A cos B - sin A sin B ആണ്. സോ cos α+θ becomes cos α cos θ - sin α sin θ ആണ്. sin A+B എന്ന് വെച്ചാൽ sin A cos B plus cos A sin B ആണ്. സോ sin α+θ becomes sin α cos θ plus cos α sin θ എന്ന് കിട്ടും. സോ നമ്മുടെ x' എന്ന് വെച്ചാൽ R cos α+θ ആണ്. cos α+θയുടെ
നമ്മളുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു. സോ എക്സ് ഡാഷ് ബിക്കംസ് ആർ ഇൻറ്റു കോസ് ആൽഫ കോസ് തീറ്റ മൈനസ് സൈൻ ആൽഫ സൈൻ തീറ്റ. സോ വൈ ഡാഷ് ബിക്കംസ് ആർ ഇൻറ്റു സൈൻ ആൽഫ കോസ് തീറ്റ പ്ലസ് കോസ് ആൽഫ സൈൻ തീറ്റ എന്ന് കിട്ടി. നമുക്ക് ഓൾറെഡി നമുക്ക് എക്സിന്റെയും വൈയുടെയും പോയിന്റ്സ് അറിയാം. എക്സ് എന്ന് പറയുന്നത് ആർ കോസ് ആൽഫയാണ്, വൈ എന്ന് പറയുന്നത് ആർ സൈൻ ആൽഫയുമാണ്. സോ നമുക്ക് ആർ കോസ് ആൽഫയ്ക്ക് പകരം എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു, ആർ സൈൻ ആൽഫയ്ക്ക് പകരം വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു. സോ എക്സ് ഡാഷ് ബിക്കംസ് ആർ കോസ് ആൽഫ കോസ് തീറ്റ എന്ന് പറയുന്നത് എക്സ് കോസ് തീറ്റ ആകും, മൈനസ് ആർ സൈൻ ആൽഫ സൈൻ തീറ്റ ബിക്കംസ് വൈ സൈൻ തീറ്റ ആകും. സോ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് കോസ് തീറ്റ മൈനസ് വൈ സൈൻ തീറ്റ എന്ന് കിട്ടും. വൈ ഡാഷ് ഇസ് ഈക്വൽ ടു ആർ സൈൻ ആൽഫ കോസ് തീറ്റ ബിക്കംസ് ആർ സൈൻ ആൽഫയ്ക്ക് പകരം വൈ കൊടുക്കുമ്പോൾ വൈ കോസ് തീറ്റ എന്ന് കിട്ടും. ഇനി പ്ലസ് ആർ കോസ് ആൽഫ സൈൻ തീറ്റ എന്ന് കിട്ടും. ആർ കോസ് ആൽഫയ്ക്ക് പകരം എക്സ് കൊടുക്കുമ്പോൾ എക്സ് സൈൻ തീറ്റ എന്ന് കിട്ടും. സോ വൈ ഡാഷ് ബിക്കംസ് വൈ കോസ് തീറ്റ പ്ലസ് എക്സ് സൈൻ തീറ്റ എന്ന് കിട്ടും. സോ നമുക്ക് കിട്ടേണ്ടതും ഇത് തന്നെയായിരുന്നു. നമുക്ക് കിട്ടേണ്ടത് എക്സ് ഡാഷിനെയും വൈ ഡാഷിനെയും എക്സിന്റെയും വൈയുടെയും ടേംസ് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ ടി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ് വൈ ഡാഷ് എന്നുള്ള കോളം മെട്രിക്സ് ആണ്. എക്സ് ഡാഷിന് പകരം എക്സ് കോസ് തീറ്റ മൈനസ് വൈ സൈൻ തീറ്റ എന്നും വൈ ഡാഷിന് പകരം വൈ കോസ് തീറ്റ പ്ലസ് എക്സ് സൈൻ തീറ്റ എന്നും എഴുതാം. ഇനി ഞാൻ മെട്രിക്സ് ഫോമിലാക്കിയാൽ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ ഇൻറ്റു എക്സ് വൈ എന്ന രൂപത്തിൽ എഴുതാൻ പറ്റും. അപ്പൊ ടി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സം എ ഇൻറ്റു എക്സ് വൈ എന്ന് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ടി ഓഫ് വി ഇസ് ഈക്വൽ ടു സം എ വി എന്ന് എഴുതാൻ പറ്റും. വേറെ എ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ എന്നുള്ളതാണ്. ഈ മെട്രിക്സ് ആണ് റൊട്ടേഷൻ മെട്രിക്സ്. അപ്പോൾ നമ്മുടെ റൊട്ടേഷൻ എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ ആക്ച്വലി ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. തീറ്റ ഡിഗ്രി ആണ് ഒരു പോയിന്റിൽ നിന്ന് റൊട്ടേഷൻ നടത്തുന്നതെങ്കിൽ ആ ടി ഓഫ് വി ഇസ് ഈക്വൽ ടു എ വി എന്ന് എഴുതാൻ പറ്റും. ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ എന്ന രൂപത്തിലായിരിക്കും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ റൊട്ടേഷൻ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ പ്രോബ്ലം, റൊട്ടേറ്റ് 10 ബൈ 90 ഡിഗ്രി. അപ്പോൾ 10 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ട്രാൻസ്ഫോർമേഷന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ 10 എന്നുള്ളതാണ് നമ്മുടെ എക്സ് വൈ. 90 ഡിഗ്രി ആ പോയിന്റിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന പുതിയ എലമെന്റിന്റെ ഇമേജ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് തീറ്റ ഡിഗ്രിയാണ് റൊട്ടേഷൻ നടത്തുന്നതെങ്കിൽ ദ ആൻസർ ബിക്കംസ് ടി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ ഇൻറ്റു എക്സ് വൈ ആണ്. ഇവിടുത്തെ എക്സ് വൈ എന്ന് വെച്ചാൽ 10 ആണ്. സോ ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോൾ റൊട്ടേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് കോസ് 90 മൈനസ് സൈൻ 90 കോസ് 90 എന്ന് കിട്ടും. കോസ് 90 0 ആണ്, സൈൻ 90 1 ആകുമ്പോൾ ദിസ് മെട്രിക്സ് ബിക്കംസ് 0 മൈനസ് 1 0 എന്ന് കിട്ടി. നമുക്ക് ടി ഓഫ് 10 ആണ് കണ്ടുപിടിക്കേണ്ടത്. റൊട്ടേഷൻ മെട്രിക്സ് എ കിട്ടി. സോ ടി ഓഫ് വി ഇസ് ഈക്വൽ ടു എ വി എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ 0 മൈനസ് 1 0 ഇൻറ്റു 10 എന്ന് കിട്ടും. 0 into 1 plus minus 1 into 0 becomes 0. 1 into 1 plus 0 into 1 becomes 1. So 0 1 എന്നുള്ളതാണ്. സോ 10 എന്നുള്ള എലമെന്റിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എലമെന്റ് 01 എന്ന് പറയുന്ന എലമെന്റ് ആണ്. അത് തന്നെയാണ് കറക്റ്റും. 10 എന്ന് പറയുന്നത് എക്സ് ആക്സിസിലുള്ള ഒരു പോയിന്റ് ആണ്. ഇതാണ് 10 എന്ന് പരിഗണിക്കുകയാണ്. അതിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വൈ ആക്സിലുള്ള ഈ പോയിന്റ് കിട്ടും. അതാണ് 01 എന്ന് പറയുന്ന പോയിന്റ്. സോ ജോമെട്രിക്കലിയും ആ ഇൻറ്റ്യൂഷൻ കറക്റ്റ് ആണ്. സോ നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് റൊട്ടേറ്റ്സ് എവരി വെക്ടർ ബൈ 45 ഡിഗ്രി. 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കണ്ടു. ഇപ്പൊ ടി ഓഫ് എക്സ് വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ റൊട്ടേഷൻ മെട്രിക്സ് അറിയാം, കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ ആണ്. ഇനി ഇവിടെ തീറ്റ 45 ഡിഗ്രി ആയതുകൊണ്ട് കോസ് 45 ഡിഗ്രിയും സൈൻ 45 ഡിഗ്രിയും 1/√2 ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ നമ്മുടെ റൊട്ടേഷൻ മെട്രിക്സ് 1/√2 മൈനസ് 1/√2 1/√2 എന്ന് കിട്ടും. സോ ടി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് വൈ എന്നുള്ളതാണ് നമ്മുടെ മെട്രിക്സ്. അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് വൈ ബൈ √2 എക്സ് പ്ലസ് വൈ ബൈ √2 എന്ന് കിട്ടും. ഇതാണ് 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ നമ്മൾ റൊട്ടേഷൻ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് പറഞ്ഞു. അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ടി ഓഫ് വി ഇസ് ഈക്വൽ ടു എ വി എന്നുള്ളതാണ്. എ എന്ന് പറഞ്ഞ മെട്രിക്സും എന്താണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇനി നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു പ്രൊജക്ഷൻ. R3 എന്ന് പറയുന്ന സ്പേസിലെ പ്രൊജക്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിനു മുമ്പ് എന്താണ് പ്രൊജക്ഷൻ? പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ ഒരു പോയിന്റ് ഓൺ R3. അപ്പൊ 3 കമ്പോണൻസ് ഉണ്ട്, എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന 3 കമ്പോണൻസ് ഉണ്ട്. ആ കമ്പോണന്റിൽ നിന്നും ഒരു കമ്പോണന്റ് ഡ്രോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കമ്പോണന്റ് 0 ആക്കി മാറ്റുമ്പോൾ കിട്ടുന്ന പുതിയ വെക്ടർ ആണ് അതിന്റെ പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ. അല്ലെങ്കിൽ ഒരു ഹൈറ്റ്, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഫ്രോം എ പർട്ടിക്കുലർ ആക്സിസിനെ
എന്താക്കി മാറ്റുക, സീറോ ആക്കി മാറ്റുമ്പോൾ കിട്ടുന്നതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലാസിക്കൽ നമുക്കൊരു ഫിഗർ നോക്കാം. ഇപ്പം ഇതാണ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന പോയിന്റ്. ഇത് ഈ ഹൈറ്റിലുള്ള എക്സ് ഡിസ്റ്റൻസും വൈ ഡിസ്റ്റൻസും ഇസഡ് ഹൈറ്റിനുമുള്ള പോയിന്റ് ആണ്. അപ്പൊ ഇതിനെ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇസഡ് ആക്സിസിൽ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ലെങ്ത് ആണ്. ഓക്കെ, ആ ലെങ്ത് സീറോ ആക്കി പരിഗണിക്കുക എന്നുള്ളത്, അതായത് ഈ പെർപെൻഡിക്കുലർ ലെങ്ത് സീറോ ആക്കി പരിഗണിക്കുക, ആ പെർപെൻഡിക്കുലർ ലെങ്ത് ഒഴിവാക്കുക എന്നുള്ളത്. അപ്പൊ ഇസഡ് കോർഡിനേറ്റ്സ് എന്താക്കി മാറ്റുക, സീറോ ആക്കി മാറ്റുക എന്നുള്ളതാണ്. സോ എക്സ് വൈ ഇസഡ് ബിക്കംസ് എന്താണ്, എക്സ് വൈ സീറോ ആണ്. ഇതുപോലെ തന്നെ എക്സ് വൈ പ്ലെയിനിന് പകരം നിങ്ങൾക്ക് എക്സ് ഇസഡ് പ്ലെയിനിലേക്കാണ് നിങ്ങൾക്ക് പ്രൊജക്ട് ചെയ്യേണ്ടതെങ്കിൽ എക്സ് ഇസഡ് പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ വൈ ആണ്. വൈ എന്താക്കുക, സീറോ ആക്കി മാറ്റുക എന്നുള്ളതാണ്. സോ എക്സ് വൈ ഇസഡ് ബിക്കംസ് എന്താണ്, എക്സ് സീറോ ഇസഡ് എന്ന് കിട്ടും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വൈ ഇസഡ് പ്ലെയിനിലേക്കാണ് പ്രൊജക്ട് ചെയ്യേണ്ടതെങ്കിൽ അവിടെ അത് വൈ സെഡ് പ്ലെയിനുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സിന്റെ വാല്യൂ എന്താക്കി മാറ്റുക, സീറോ ആക്കി പരിഗണിക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പൊ ഈ ഹൈറ്റ് സീറോ ആകുക. സോ എക്സ് ബിക്കം സീറോ. സോ എക്സ് വൈ സെഡിനെ സീറോ വൈ സെഡ് ആക്കുക. ഇതാണ് നമ്മൾ പ്രൊജക്ഷൻ എന്നതുകൊണ്ട്, ആർത്രയ്ക്കകത്ത് പ്രൊജക്ഷൻ എന്നതുകൊണ്ട് ഈ 3 ട്രാൻസ്ഫോർമേഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ 3 ട്രാൻസ്ഫോർമേഷൻസിനെയും എ വി എന്ന രൂപത്തിൽ മെട്രിക്സിന്റെ ഫോമിൽ എഴുതാൻ പറ്റുമെന്നാണ്. ഇത് വളരെ ട്രിവിയൽ ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്. അപ്പൊ നമുക്ക് എക്സ് വൈ പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ ഇസഡിനെ സീറോ ആക്കുക എന്നാണ് അതിന്റെ അർത്ഥം. സോ ടി ഓഫ് എക്സ് വൈ ഇസഡ് ബിക്കംസ് എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സീറോ. സോ ഇതിനെ ഒരു മെട്രിക്സ് ഫോമിൽ എഴുതാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ ഇതിനെ മെട്രിക്സ് എ ഇൻറ്റു എക്സ് വൈ ഇസഡ് എന്ന രൂപത്തിൽ എഴുതാൻ പറ്റും. ആ മെട്രിക്സ് എന്താണ്, 1 0 0 0 1 0 0 0 0. ഇസഡ് കമ്പോണന്റ് സീറോ ആയതുകൊണ്ട് ഇസഡ് എന്നുള്ള കമ്പോണന്റിന്റെ മൂന്നാമത്തെ റോ കംപ്ലീറ്റ്ലി എന്താക്കി മാറ്റി, സീറോ ആക്കി മാറ്റി എന്നുള്ളതേ ഉള്ളൂ. ടി ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് എ ഇൻറ്റു എക്സ് വൈ സെഡ് ബിക്കംസ് എക്സ് ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു വൈ പ്ലസ് 0 ഇൻറ്റു ഇസഡ് ബിക്കംസ് എക്സ് ആകും. 0 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 0 ഇൻറ്റു ഇസഡ് ഈസ് ഈക്വൽ ടു വൈ ആകും. 0 ഇൻറ്റു എക്സ് പ്ലസ് 0 ഇൻറ്റു വൈ പ്ലസ് 0 ഇൻറ്റു ഇസഡ് ഈസ് ഈക്വൽ ടു 0 ആകും. സോ ടി ഓഫ് എക്സ് വൈ സെഡിനെ നമുക്ക് 1 0 0 0 1 0 0 0 0 ഇൻറ്റു എക്സ് വൈ സെഡ് എന്ന രൂപത്തിൽ എഴുതാൻ പറ്റും. ഇതാണ് എക്സ് വൈ സ്പേസിലേക്ക് നടത്തുന്ന പ്രൊജക്ഷന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ്. അതിനെ എ വി എന്ന് എഴുതാൻ പറ്റും. സിമിലർലി നമുക്ക് എക്സ് ഇസഡ് പ്ലെയിനിലേക്കാണ് പ്രൊജക്ഷൻ നടത്തുന്നതെങ്കിൽ ഇവിടുത്തെ വൈ കമ്പോണന്റ് എന്തായിരിക്കണം, സീറോ. സോ ഇവിടുത്തെ ലാസ്റ്റ് റോ 0 0 1 ആകും. സെക്കൻഡ് റോ എന്താകും, 0 0 0 ആകും. അത് മാത്രമേ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. സോ നിങ്ങൾക്ക് എക്സ് ഇസഡ് പ്ലെയിനിലേക്കാണ് പ്രൊജക്ഷൻ നടത്തുന്നതെങ്കിൽ വൈ സീറോ ആകും. സോ ടി ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു എക്സ് സീറോ ഇസഡ് എന്നുള്ളതാണ്. അതായത് സെക്കൻഡ് റോയുടെ കമ്പോണന്റ് സീറോ ആക്കി പരിഗണിക്കുക. ആ മെട്രിക്സിനെയാണ് എ ഓഫ് എക്സ് ഇസഡ് എന്ന് പറയുന്നത്, നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ടി ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു എ ഓഫ് എക്സ് ഇസഡ് ഇൻറ്റു എക്സ് വൈ സെഡ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എക്സ് സീറോ ഇസഡ് എന്ന് കിട്ടും. ഇനിയും ഇതിന് പകരം നമുക്ക് ഇനിയിപ്പോൾ അടുത്തത് വൈ സെഡ് പ്ലെയിനിലേക്കാണ് നമുക്ക് പ്രൊജക്ഷൻ നടത്തേണ്ടതെങ്കിൽ അവിടുത്തെ എക്സ് ഇസ് ഈക്വൽ ടു എന്താക്കുക, സീറോ. എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും എന്താക്കുക, സീറോ ആക്കുക. ബാക്കി റോ എന്ന് വെച്ചാൽ 0 1 0 0 0 1 എന്നുള്ളതാണ്. ഇത് വളരെ ട്രിവിയൽ ആയിട്ട് കിട്ടുന്ന മെട്രിക്സ് ആണ്. സോ ഇതിനെ എക്സ് വൈ സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 വൈ സെഡ് എന്ന് പറയുന്ന ഈ ട്രാൻസ്ഫോർമേഷൻ തന്നെ കിട്ടും. സോ നമുക്ക് എക്സ് വൈ സെഡ് പ്ലെയിനിലേക്ക് ഓരോ പ്ലെയിനിലേക്കും എക്സിസ് വൈ എക്സിസ് സെഡ് വൈ സെഡ് പ്ലെയിനിലേക്ക് നടത്തുന്ന എല്ലാ പ്രൊജക്ഷൻസും ഒരു മെട്രിക്സ് ഫോമിൽ എഴുതാൻ പറ്റും. എ വി എന്ന് പറയുന്ന മെട്രിക്സ് ഫോമിൽ എഴുതാൻ പറ്റും. അവിടുത്തെ മെട്രിക്സിനകത്ത് നമ്മൾ എക്സ് വൈ പ്ലെയിനിലേക്കാണ് പ്രൊജക്ട് ചെയ്യുന്നതെങ്കിൽ ഇസഡ് സീറോ ആക്കുക. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള തേർഡ് റോ സീറോ ആക്കുക. ബാക്കി ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഇതുപോലെ തന്നെയാണ് ബാക്കി മെട്രിക്സും കിട്ടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട 1-2 പ്രോബ്ലംസ് കൂടി ഡിസ്കസ് ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ 2 3 4 ഓൺ ടു എക്സ് വൈ പ്ലെയിനിലേക്ക് 2 3 4 എന്ന് പറയുന്ന വെക്ടർ പ്രൊജക്ഷൻ നടത്തുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താണ്? ആൻസർ ഈസ് ക്വൈറ്റ് ട്രിവിയൽ. എക്സ് വൈ പ്ലെയിൻ ആകുമ്പോൾ ഇസഡ് ഇസിക്കൽ ടു എന്താക്കുക എന്നുള്ളതേ ഉള്ളൂ, സീറോ ആക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇവിടുത്തെ ഇസഡ് കോർഡിനേറ്റ് 4 ആണ്. 4നെ എന്താക്കുക, സീറോ ആക്കുക. അപ്പൊ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 2 3 0 എന്നുള്ളതാണ് ആക്ച്വൽ ആൻസർ. ഇനി അതിനെ നമുക്ക് ആക്ച്വലി അത് കിട്ടുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ മെട്രിക്സിനെ 2 3 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പൊ എക്സ് വൈ പ്ലെയിൻ ആയതുകൊണ്ട് ഫസ്റ്റ് 2 റോ മാത്രമേ ഐഡന്റിറ്റി മെട്രിക്സ് പോലെ വരത്തുള്ളൂ. തേർഡ് റോ എന്താകും, സീറോ. ഇതാണ് പ്രൊജക്ഷൻ മെട്രിക്സ്. അതിനെ 2 3 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2 3 0 എന്ന് തന്നെ കിട്ടും. നെക്സ്റ്റ് ഈസ് ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് 5 -1 7 ഓൺ ടു വൈ സെഡ് പ്ലെയിൻ. വൈ സെഡ് പ്ലെയിനിലോട്ട് പ്രൊജക്ട് ചെയ്യുമ്പോൾ എക്സ് ആണ് അവിടെ സീറോ ആകുക. ഇവിടുത്തെ 5 -1 7 അകത്തെ എക്സ് കോർഡിനേറ്റ് 5 എന്നുള്ളത് സീറോ ആക്കി മാറ്റുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. സോ ദ പ്രൊജക്ഷൻ ഈസ് ആക്ച്വലി 0 -1 7 എന്നുള്ളതാണ്. ഇനി ഇത് ഞാൻ മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ എക്സിനാണ് എക്സ് കമ്പോണന്റ് ആണ് കളയേണ്ടത്. സോ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും
ഡിലീറ്റ് 0 ആക്കി കിട്ടുന്ന കറസ്പോണ്ടിങ് മെട്രിക്സ് ആണ് നമ്മുടെ മെട്രിക്സ്. ആ മെട്രിക്സിനെ 5 - 1 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 - 1 7 എന്ന് പറഞ്ഞ ഇത് കിട്ടും. ഇനി ഇതുപോലെ തന്നെ 4 6 8 എന്ന് പറയുന്ന വെക്ടറിനെ XZ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുക. XZ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യാന്ന് വെച്ചാൽ y കമ്പോണന്റ് എന്താക്കുക, 0 ആക്കുക എന്നർത്ഥം. അപ്പോൾ 6 എന്നുള്ള ഈ y കമ്പോണന്റ് എന്താകും, 0 ആകും. സോ ദ പ്രൊജക്ഷൻ വെക്ടർ ബിക്കംസ് 4 0 8 എന്ന് കിട്ടും. കറസ്പോണ്ടിങ് മെട്രിക്സ് ഇതാണ്. ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും അതേ ആൻസർ കിട്ടും. സോ നമ്മളിവിടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് രണ്ട് കാര്യമാണ്. റൊട്ടേഷൻസ് എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ R2ന്റെ അകത്ത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അതിനെ AB എന്ന രൂപത്തിൽ എഴുതാൻ പറ്റും. ആ മെട്രിക്സ് A കണ്ടെത്തി. അതുപോലെ തന്നെ XY XZ YZ പ്ലെയിനിലേക്ക് നടത്തുന്ന പ്രൊജക്ഷൻ ഓൺ R3യും ഒരു AB എന്ന രൂപത്തിൽ എഴുതാൻ പറ്റും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റേഷൻ സാധ്യമാകും എന്നാണ് ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.